നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. പ്രാദേശികപരമായി നടക്കുന്ന തദ്ദേശ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് 7-ാം തീയതി നടക്കുന്നത്. ഇവിടെ വികസനത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. അല്ലാതെ മറ്റൊരാളെ പുറത്താക്കലും അല്ലെങ്കിൽ അവനെ അകത്താക്കലും അവനെ പിടിച്ചുകൊണ്ട് വരലും ഇതെല്ലാം ഓരോരോ ആവശ്യമുള്ള അതാത് ഉദ്യോഗസ്ഥർ ചെയ്യും. കോടതിയിൽ നടക്കുന്ന വിഷയമാണത്. കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം, അതിനെ ഇനി ജയിലിലാക്കണം, എന്നിട്ട് മാത്രമേ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അടങ്ങിയിരിക്കുള്ളൂ. അത്രയധികം രാഹുലിനെ കൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നു. എന്താണ് കാരണമെന്നറിയില്ല. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നമ്മുടെ കേരളത്തിൽ വികസനം ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. നമുക്ക് ആവശ്യം വികസനമാണ്. ഇവിടെ വികസനത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭമോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമോ അല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കെ മുരളീധരൻ പറയുന്നു അദ്ദേഹത്തെ പുറത്താക്കി. ഇനി ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അദ്ദേഹമാണ്. പോലീസിന് അറിയാമല്ലോ അദ്ദേഹം എവിടെയുണ്ടെന്ന്. പോയി പിടിച്ചോണ്ട് വരട്ടെ. ധാർമ്മികമായി അദ്ദേഹം രാജിവെച്ച് പോണെങ്കിൽ പോട്ടെ. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന് അവരുടെ പാർട്ടിയിൽ നിന്നും ഒരു വ്യക്തിയെ പുറത്താക്കാനേ പറ്റൂ. MLA സ്ഥാനം നിങ്ങൾ രാജിവെക്കണം എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഈ പാർട്ടിയിൽ ഇല്ലാത്തൊരു വ്യക്തിയെ എങ്ങനെയാണ് MLA സ്ഥാനം രാജിവെക്കൂ എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നത്? ഒരിക്കലും പറയാൻ സാധ്യമല്ല. മാധ്യമപ്രവർത്തകർ എന്ത് ആലോചിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല. എല്ലാ കോൺഗ്രസ്സുകാരെയും ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ അവരെടുത്ത് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. അവരെ പ്രതിസന്ധിയിലാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത്തരം പ്രതിസന്ധികളിൽ വീഴുന്ന വ്യക്തികളല്ല കോൺഗ്രസ്സുകാർ. അവര് നല്ല അന്തസ്സായി എല്ലാ രീതിയിലും കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നേക്കുമായി ഒഴിവാക്കി. ഇനി അദ്ദേഹം വരുന്നെങ്കിൽ ശുദ്ധികലശം നടത്തി വന്നോട്ടെ, അത് പിന്നീട് ആലോചിക്കാം. പക്ഷെ ഇപ്പോ അതല്ല വിഷയം. ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ, ചർച്ചകൾ അതല്ല. കേരളത്തിന്റെ പൊതുസ്വത്തായി മാറിയിരുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നും കോടികൾ വില വരുന്ന സ്വർണം അടിച്ചു മാറ്റി. അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ആവശ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കുഞ്ഞിനെ വേണം എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാര്യയാണോ ഈ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു കാര്യം? ടാബ്ലറ്റ് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തീരുമാനം. അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള മാധ്യമ പ്രവർത്തകയാണ് അല്ലേ? അവർക്കറിയില്ല ഈ സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന. അവർക്ക് എന്താ, ഒരു കൊച്ചു കുഞ്ഞാണോ? ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാമല്ലോ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെന്നാറും പുറത്ത് അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? അബോർഷൻ ചെയ്യുന്നില്ല എന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സമൂഹത്തിൽ ഇത് സുലഭമായി ചെയ്യുന്നുണ്ട്. പലതരം ആശുപത്രികളിൽ ഒളിഞ്ഞു മറഞ്ഞ ഈ സാധനം നടക്കുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥ. എന്തുകൊണ്ട് ഇപ്പൊ പരാതി കൊടുത്തു എന്നേ ചോദിച്ചോളൂ. അങ്ങനെ ഒരു സാധനം നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറയുന്നില്ല. അത് സത്യാവസ്ഥയാണ്. ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഈ മുഖ്യമന്ത്രി പോലും പെർഫെക്റ്റ് ഒന്നുമല്ല. എത്രയോ കേസുകൾ അദ്ദേഹത്തിന്. പക്ഷേ കക്കാനറിയാമെങ്കിൽ നിൽക്കാനും അറിയാവുന്ന ഒരു പോളിസിയാണ് പൊളിറ്റിക്സ്. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നേക്കുമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കോൺഗ്രസ് ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്നും കേരള ഘടകത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ചു. അത് എല്ലാ പാർട്ടി പ്രവർത്തകരും ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു. മാത്രവുമല്ല, ചില ലേഡി നേതാക്കൾക്ക് അത് വലിയ ഒരു അനുഗ്രഹമായി മാറി. അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മറ്റു പദവികളിലേക്ക് കൊണ്ടുവരരുതെന്ന് ലേഡീസ്, അതായത് സ്ത്രീ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു. അതിന് ഷാഫി പറമ്പിലിന് മെസ്സേജ് അയച്ചിരുന്നു. ഷാഫി പറമ്പിൽ അതിന് പ്രതികരിച്ചില്ല. അതുകൊണ്ട് മറ്റു പെൺകുട്ടികളെല്ലാം അതിന് ബലിയാടായി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയും ഇപ്പോ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷാഫി അത് ഇനി ഷാഫിയുടെ നേരെയാണ്. ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പലരും ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മുരളീധരൻ പറഞ്ഞതുപോലെ പുകഞ്ഞ കമ്പാണിത്, പുകഞ്ഞ കൊള്ളിയാണിത്. അത് പുറത്ത്. ഇനി അതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ആവശ്യം നാടിന്റെ വികസനമാണ്. ആവശ്യം. പൊതുജനങ്ങൾക്ക്, പൊതുമക്കൾക്ക്
രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭമല്ല ആവശ്യം. അവർക്ക് അവരുടെ വികസനമാണ്, നാടിന്റെ വികസനമാണ് ആവശ്യം. അതാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനൊരു തുടക്കമാണ് പഞ്ചായത്ത് ഇലക്ഷൻ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമലയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ മുതൽ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അവരുടെ പാർട്ടിയിൽപ്പെട്ട 2 നേതാക്കൾ അകത്താണെന്ന്. ഈ ഭരണപക്ഷത്തിന്റെ 2 നേതാക്കൾ ഇന്ന് അകത്താണ്. ആ ഒരു വിഷയം മറയ്ക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെ മിനിസ്റ്ററിന് EDയുടെ നോട്ടീസ് വന്നു. മറ്റ് പല പ്രശ്നങ്ങളുണ്ട്, PM ശ്രീ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നടത്തിക്കൂടാ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വശത്തൂടെ പോയി അതിനെ ഒപ്പിട്ട് കൊണ്ടുവന്ന് നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച ഭരണപക്ഷമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നിലവിലുള്ളത്. 5 കൊല്ലം ഭരിച്ചു. ആദ്യത്തെ 5 കൊല്ലം വളരെ ഗംഭീരമായിരുന്നു ഭരണം. അത് പ്രതിപക്ഷം പോലും അംഗീകരിക്കുന്ന രീതിയിലായിരുന്നു ആ ഭരണം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ രണ്ടാമത്തെ 5 കൊല്ലം അത് കഴിഞ്ഞപ്പോൾ തുടർ ഭരണം അത് വളരെ കുറച്ച് മോശപ്പെട്ട പരിപാടികളായിപ്പോയി. അഴിമതിയും കൊള്ളയും മറച്ചു വയ്ക്കാൻ ഈ ഒരു കച്ചിത്തുരുമ്പില്ലാതെ ഇരിക്കുന്ന, അതായത് ഈ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കഥ പറഞ്ഞതുപോലെയാണ് ഭരണപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവരണം, പ്രതിപക്ഷത്തിന് നേരെ ആയുധമെടുത്ത് ഉപയോഗിക്കണമെന്ന് ആലോചിച്ച് എന്ത് ചെയ്യണം, എല്ലാ വഴിയിലും പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഉയർന്നു വരുന്നത്. അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതിന്റെ മറ്റൊരു വിഷയം എല്ലാവർക്കും അറിയാം. ഇത് പച്ചയായ രാഷ്ട്രീയം. അതായത് ഈ സംഭവം നടന്നിട്ട് നാളുകളായി. ഇതിനെ ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ എത്തി നിന്ന സമയത്ത് ഇതിനെ കൊണ്ടുവന്നത് പച്ചയായ രാഷ്ട്രീയം. എന്നേക്കുമായി കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം അയാൾ പ്രതികരിക്കുമ്പോൾ ആരെയും മുഖം നോക്കാറില്ല. ആരെയും മുഖം നോക്കാതെയാണ് പച്ചയ്ക്ക് വെട്ടി തുറന്ന് പല രീതിയിലും വാക്കുകളുടെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് പലരെയും മടക്കി വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അത് പലർക്കും, സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് പോലും ആ വ്യക്തിയെ ബുദ്ധിമുട്ടായി. അതിന് പലരും പല രീതിയിലും വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ. ധാർമ്മികം ഉണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് രീതിയിൽ സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും അതിനെക്കുറിച്ച് ആക്ഷേപപരമായി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ നാടിൽ നടന്ന പല കൊള്ളയും പ്രശ്നങ്ങളെയും ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗർഭം ഉയർത്തിക്കൊണ്ടുവന്നത്. കോൺഗ്രസിനെതിരെ ഒരു വലിയ വജ്രായുധമായി എടുത്ത് ഉപയോഗിക്കാമെന്ന് കൊണ്ടുവന്നതിന്റെ കാരണം അതൊന്നും വില പോകില്ല. ഈ ഒരു ഗർഭം ഉപയോഗിച്ചെന്നും പറഞ്ഞുകൊണ്ട്, ഈ ഗർഭത്തിന്റെ വിഷയം കൊണ്ടുവന്ന് അല്ലെങ്കിൽ അയാളെ പിടിച്ച് ജയിലിൽ അടച്ചെന്നും പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല. ഇവിടെ ആവശ്യം വികസനമാണ്, പ്രശ്നങ്ങളാണ്, ആ നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പിന്നെ ഈ നമ്മുടെ നാട്ടിലെ വികസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസമാണ് കൊട്ടിയം മൈലക്കാട് പാലം, പണിതുകൊണ്ടിരിക്കുന്ന പാലം തകർന്നു വീണത്. കണ്ടു നോക്കൂ ആ വീഡിയോ. ഇതാണ് ആ വീഡിയോ. മൈലക്കാട് റോഡ് പണിഞ്ഞോ, റോഡ് മൊത്തം ബ്ലോക്കാണ്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന പാലം ഇടിഞ്ഞു തകർന്ന്. അതുവഴി ഇതെല്ലാം വർക്കം പൂർത്തിയായി ഈ ആൾക്കാർ ഇതിനകത്ത് സഞ്ചരിക്കുന്ന സമയത്താണ് ഇത് വീണിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കുമായിരുന്നു? അപ്പൊ ഇതുപോലെയാണ് പാലം കെട്ടുന്നത്. ഇവിടെ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇതൊരു തുടക്കമാണ്. അതായത് അടുത്ത നിയമസഭ ഇലക്ഷൻ വരികയാണ്. ഈ ഇലക്ഷന് മുമ്പ് നടക്കുന്ന ഒരു ട്രയൽ റണ്ണാണ് ഈ ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ സാധാരണക്കാർ നിന്ന് മത്സരിക്കുന്നു. അവർക്ക് ഒരു രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ പറ്റുന്ന ഒരു ചവിട്ടുപടിയാണ്, ആദ്യത്തെ ഒരു പടി. ഇവിടെ വിജയിച്ച് പലരും നിയമസഭകളിൽ എത്തുന്നു. ഇവിടെ നിന്ന് ഓരോരുത്തരുടെയും രാഷ്ട്രീയ ജീവിതം തുടങ്ങുകയാണ്. പക്ഷേ ഇത് മറയ്ക്കുന്നതിന് വേണ്ടി ഈ ഒരു അഴിമതി, നാട്ടിൽ നടന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റി, സർവ്വതം അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഈ 2 കക്ഷികൾ ഇന്ന് ജയിലിനകത്തുമായി. ഇതെല്ലാം മറയ്ക്കുന്നതിന് വേണ്ടി, നാടിന്റെ വികസനത്തിനെ മറയ്ക്കുന്നതിന് വേണ്ടി, നാടിന്റെ അഴിമതിയെ മറയ്ക്കുന്നതിന് വേണ്ടി, നാട്ടിൽ നടക്കുന്ന കൊള്ളരുമായ്മകൾ മറയ്ക്കുന്നതിന് വേണ്ടി പൊക്കിക്കൊണ്ടുവന്ന ഒരു പരിപാടിയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം.
അത് പക്ഷേ കോൺഗ്രസ്സുകാർ നല്ല അന്തസ്സായിട്ട് അതിനെ എടുത്തങ്ങ് മാറ്റി. ആ ഗർഭം അന്തസ്സായിട്ട് എടുത്തങ്ങ് മാറ്റി പുള്ളിയം പുറത്താക്കി പടിയടച്ച് പിണ്ടവും വെച്ചു. ഇനി എന്ത് ചെയ്യാനാണ്? കണ്ടില്ലേ കൊട്ടിയം മൈലക്കാട് ആ പാലം പണിതുകൊണ്ടിരുന്ന റോഡ് തകർന്നു വീണത്. എത്ര അന്തസ്സായിട്ട് ചെയ്ത ഒരു വർക്കാണത്. ഇത് പൂർത്തിയായതിനു ശേഷം യാത്രകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരുന്നെങ്കിലോ ആരിതിന് ഉത്തരവാദം പറയും? ഇതാണ് നമ്മുടെ നാടിന്റെ വികസനം. ഈ വികസനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഗർഭത്തെക്കുറിച്ച് അതിനെ ഗർഭത്തിന്റെ പിറക്കെ നടക്കലല്ല. കോൺഗ്രസ് നേതാക്കളെ അങ്ങേയറ്റം ദേഷ്യം പിടിപ്പിച്ച് അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും വലിച്ചെടുത്ത് പുറത്തിട്ട് അതിനെ കൊട്ടി ആഘോഷിക്കാൻ നടക്കുന്ന മാധ്യമ പ്രവർത്തകർ, നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? നിങ്ങൾക്ക് വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ലേ? നിങ്ങൾ നാടിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാളെ ആദ്യഘട്ടം 7-ാം തീയതി വോട്ട് നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യൂ. നമുക്ക് ആവശ്യം വികസനമാണ്, ഗർഭമല്ല. അത് സാധാരണഗതിയിൽ അങ്ങ് നടന്നോളും. രണ്ടുപേരുടെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി നടന്ന ഒരു പ്രശ്നത്തെ, രണ്ടുപേരും തങ്ങളിൽ അറിഞ്ഞ് നടന്ന ഒരു പ്രശ്നത്തെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് വലിച്ചഴിച്ച് നാറ്റി നറവനടിച്ച നിങ്ങൾക്ക്, ഈ മാധ്യമപ്രവർത്തകർക്ക് നാണമില്ലേ? നാണമില്ലേ? ഇപ്പൊ അയാളെ പുറത്താക്കും എന്ന് പറഞ്ഞു പാർട്ടി പുറത്താക്കി. ഇനി രാജിവെക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത് അയാളാണ്. ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് എന്താണ്? കേരള നിയമസഭയിൽ സ്പീക്കറിന് ലെറ്റർ കൊടുക്കുക, ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഒരു പാർട്ടിയിലും ഇല്ലാതെ ഒരു പാർട്ടിയുടെ അനുഭാവി അല്ലാത്ത രീതിയിൽ ഒരു നിയമസഭയിൽ ഒരു MLA തുടരാൻ അധികാരമുണ്ടോ? അങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തുടരാം, ഇല്ലെങ്കിൽ അതവിടെ അവസാനിപ്പിക്കാം. അത് സ്പീക്കർ അവരുടെ വഴി ചെയ്തോളും. ഈ മാധ്യമപ്രവർത്തകരോ മറ്റുള്ളവരോ കിടന്ന് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. തെറ്റ് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ അതിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. കാരണം ഒരു പെൺകുട്ടിയെ വളരെ മോശമായ, തൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ വലിച്ചെറിഞ്ഞത് ശരിയായില്ല. പക്ഷേ ഇതിന്റെ പിന്നാമ്പുറ കഥകൾ കൂടി നമ്മൾ അന്വേഷിക്കണം. നിങ്ങൾ ഒരാളിനെ വളഞ്ഞു നിന്ന് കല്ലെറിയുമ്പോൾ അതിന്റെ പിന്നാമ്പുറ കഥകൾ കൂടി അന്വേഷിക്കണം. ഇവിടെ നാടിന്റെ വികസനം മറച്ചു വയ്ക്കാൻ, അല്ലെങ്കിൽ അഴിമതിയും മറ്റ് പ്രശ്നങ്ങളും മറച്ചു വയ്ക്കാൻ ഭരണകക്ഷി വലിയ വെപ്രാളം പിടിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒന്നും പറക്കെ പോകാതെ കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു വേവലാതിയാണ് ഈ ഭരണകക്ഷിയെ കൊണ്ട് ഈ തരത്തിലുള്ള പരിപാടികളുടെ പിന്നാലെ പോകാൻ പ്രേരിപ്പിച്ചത്. അതിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഭയം അവർ ഏത് കാരണവശാലും വരാൻ പാടില്ല എന്നാണ് ചിന്തിക്കുന്നത്. കാരണം ഇനി വന്നാൽ കുറച്ചു കാലം അവർ ഭരിക്കും, അപ്പോൾ കുറച്ചു കാലം ഇവർക്ക് പുറത്തിരിക്കണം. അത് പറ്റൂല. അതിന് വേണ്ടിയല്ല, അതിന് സാധ്യമല്ല. അതിനു വേണ്ടി ബുദ്ധിമുട്ടാൻ അവർക്ക് പറ്റത്തില്ല. 5 വർഷം, ഇനി 5 കൊല്ലോ അല്ലെങ്കിൽ 10 കൊല്ലോ 15 കൊല്ലോ പുറത്തിരിക്കാൻ അവർക്ക് വയ്യ. എത്ര വർഷം ഭരിക്കാൻ പറ്റുമോ അത്ര കൊല്ലം ഭരിക്കാം. അങ്ങനെ ജീവിതകാലം മുഴുവനും കേരളം എന്ന സംസ്ഥാനം ഭരിക്കാം എന്ന് ഒരു പാർട്ടിക്കാരും വ്യാമോഹിക്കേണ്ട. അത് നടക്കില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല. കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്കുള്ള മണ്ടന്മാരല്ല. ആരാണോ നല്ല രീതിയിൽ ഭരിക്കുന്നത് അവർക്ക് ഭരിക്കാം. പൊതുജനത്തിന് വേണ്ടിയിട്ടാണ് ഭരണം നടത്തേണ്ടത്, അല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇവിടെ ഈ ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയതിന് അതിൻ്റെ വിഷയങ്ങൾ എന്താണെന്ന് പുറത്തു കൊണ്ടുവരികയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇത് ഇവിടെ ഈ ഭരണകക്ഷിക്ക്, ഇപ്പോഴത്തെ നിലവിലിരിക്കുന്ന ഭരണകക്ഷിക്ക് വലിയ ഒരു പ്രശ്നമായി തീർന്നു, വലിയ ഒരു തലവേദനയായി തീർന്നു. അല്ലാതെ അതിനെ ഈ PM ശ്രീ പദ്ധതി, ഈ ശബരിമല കൊള്ള, അതുപോലെ മറ്റു ചില പ്രശ്നങ്ങൾ, നാടിൻ്റെ വികസനം, ഇതെല്ലാം വഴിമാറ്റി ചെലവഴിക്കുന്ന പദ്ധതികൾ, ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ പിന്നെ വ്യാമോഹിക്കുന്ന മറ്റൊരു വ്യാമോഹമുണ്ട്, BJPക്ക് കേരളം ഭരിക്കാമെന്ന്. ഒരു 50 വർഷം കൂടെ കഴിഞ്ഞിട്ട് പോരെ? എന്തിനാണ് ഈ അതിമോഹം? ഒരു 50 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഈ കേരളം BJP ഭരിക്കും. അല്ലാതെ അടുത്ത സമയത്തൊന്നും BJP ഭരിക്കില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരാക്കണോ? കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരാണോ? ആണോ? കേരളത്തിൽ തൽക്കാലം 2 പാർട്ടി ഉണ്ട്.
ആ രണ്ട് പാർട്ടിക്കാർ മാറി മാറി ഭരിക്കും. നിങ്ങൾ കുറെ കൂടെ താമസിക്കട്ടെ. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ യു പിയിലും ബീഹാറിലും ഒക്കെ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ അടുത്ത സമയത്ത് ബീഹാറിലെ ഈ ഇലക്ഷൻ നടന്ന് ജയിച്ച ഈ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടാൽ അതാണ് അവിടുത്തെ MLA-മാരുടെ ക്വാളിഫിക്കേഷൻ. എന്താണ് പേപ്പറിൽ എഴുതി കൊടുക്കുന്ന വായിക്കാൻ പോലും അറിയാൻ വയ്യാത്ത MLA-മാരാണ് ബീഹാറിൽ MLA ആയി ജയിച്ചു വന്നത്. മനസ്സിലായില്ലേ? എത്ര നാണം കെട്ട പരിപാടിയാണ്. ഈ നാണം കെട്ട പരിപാടി കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണോ പറയുന്നത്? ആണോ? ഇവിടെ 5 കൊല്ലം നല്ല അന്തസ്സായിട്ട് LDF ഗവൺമെന്റ് ഭരിച്ചു. ആദ്യത്തെ 2ാമത്തെ 5 കൊല്ലം അത് വലിയ ഒരു ബുദ്ധിമുട്ടാക്കി മാറ്റിയ ഒരു പ്രശ്നമായിരുന്നു. കേഡ് റെയിൽ കൊണ്ടുവന്നു, അത് കൊണ്ടുവന്നു, ഇത് കൊണ്ടുവന്നു, അങ്ങനെ പലതരത്തിൽ പല രീതിയിലും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന റെയിൽ നടപ്പിലാക്കാമായിരുന്നു. കാരണം രാജ്യം, ലോകം വികസനത്തിന്റെ പാതയിലാണ്. റെയിൽ ആവശ്യമാണ്. പക്ഷെ അതിന് വഴിയും മറ്റു കാര്യങ്ങളും ആൾക്കാരുടെ നെഞ്ചത്തൂടെ കയറ്റിക്കൊണ്ടല്ല, മറ്റു ഏതെങ്കിലും രീതി കൂടി ആ ഒരു പദ്ധതിയെ കൊണ്ടുവരണം. നമുക്ക് ആവശ്യമാണ് ഒരു സ്പീഡായിട്ട് സഞ്ചരിക്കുന്ന ഒരു ട്രെയിന്, അല്ലെങ്കിൽ സ്പീഡായിട്ട് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പോകുന്ന റോഡുകൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ കേരളത്തിന്റെ ഭൂപ്രകൃതി നിലനിർത്തിക്കൊണ്ട് അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അത് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാം. ആ രീതിയിൽ ചെയ്യാനുള്ള പദ്ധതികൾ തയ്യാറാക്കണം ഗവൺമെന്റ്. ഇനി ഏത് ഗവൺമെന്റ് വന്നാലും അത്തരം പദ്ധതികൾ പൊതുജനത്തിന് ആവശ്യമാണ്. കാരണം ഇന്ന് വളരെ ഒച്ചഴയുന്നത് പോലെ, ആമ എഴയുന്നത് പോലെ സഞ്ചരിക്കാനുള്ള സമയമല്ല. ആർക്കും ഇന്ന് സമയമില്ല. ആ സമയക്കുറവ് കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായും വികസനം വളരെ വലിയ ഒരു ചർച്ചാ വിഷയമാണ്. തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണെന്നുള്ള കാര്യം പല ഗവൺമെന്റും മറച്ചു വയ്ക്കുന്നു. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷ കൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.